എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഒരു യാത്ര പോവാണ്. ഞാനിവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റിനാണ് വന്നത്. പക്ഷേ ഇവിടുന്ന് എങ്ങും ഞാൻ ഫ്ലൈറ്റിന് പോയിട്ടില്ല. സോ ഇന്ന് ഞാൻ പോകുന്നത് കനേഡിയൻ റോക്കീസ് അഥവാ മലകൾ നിറഞ്ഞ ആൽബർട്ട എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സുഹൃത്തായ ആഷിനാണ് എന്നെ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ ആഷിനെ കണ്ടു കാണും. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റാണ് രാവിലെ ഏകദേശം എയർപോർട്ടിലോട്ടുള്ള ഡ്രൈവ് വരുന്നത്. പ്രത്യേകിച്ചും ഫോളൊക്കെ ആയി വരുമ്പോഴത്തേന് ഇപ്പോൾ രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഷിൻ്റെ വണ്ടി ശ്രദ്ധിച്ചാൽ അറിയാം, ആളൊരു വണ്ടിപ്രാന്തനാണ്. വണ്ടിക്കകത്ത് തന്നെ കുറേ കാറുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ചെയ്യുന്നതാണ്, കാരണം അതുപോലൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഹാലിഫാക്സ് സ്റ്റാൻഫീൽഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. എത്തുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു ടിം ഹോട്ടൻസും അതുപോലെ തന്നെ എയർ കാനഡ ഒരു ഓഫീസൊക്കെ ഉണ്ട്. ഇത് സമയം വെളുപ്പിനെ 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. 7 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവലൊന്നും അല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നേ എത്താമെന്ന് വിചാരിച്ചാണ്. അങ്ങനത്തെ എയർപോർട്ട് എത്തുന്നു. അങ്ങനെ എയർപോർട്ടെത്തി നമ്മൾ വെസ്റ്റ് ജെറ്റിനാണ് ആൽബർട്ടയിലോട്ട് പോകുന്നത്. ആൽബർട്ടയിൽ എഡ്മണ്ടണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്തു, ബോർഡിംഗ് പാസ് കിട്ടി, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഇടയ്ക്ക് എയർപോർട്ടിനകത്തൊരു ടിം ഉണ്ടായിരുന്നു, അവിടെ കയറി ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ചു. കാരണം രാവിലെ വരുന്ന വഴിക്ക് കാപ്പിയൊന്നും മേടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂറോളം നമുക്ക് ഫ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ഞാനൊരു കാപ്പിയൊക്കെ മേടിച്ചു. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മുടെ ഗേറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിമാനത്തിൽ കയറിയ തൊട്ടാണ് എൻ്റെ വീഡിയോ എടുത്തത്. കാരണം കുറച്ച് ബിസിയായിപ്പോയി, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മുടെ വിമാനം ഹാലിഫാക്സ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എടുക്കുകയാണ്. ഈ ഒരു ട്രിപ്പ് അങ്ങനെ ഒത്തിരി പ്രീ പ്ലാൻഡ് ഒന്നുമല്ലായിരുന്നു, പക്ഷേ പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തൊരു ട്രിപ്പാണ്. ആൽബർട്ട പോകണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരവസരം വന്ന് കിട്ടിയത്. അപ്പം ഈ ട്രിപ്പിൽ നമ്മുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ജോപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് ടൊറൻറ്റോയിൽ നിന്ന് ആൽബർട്ടയ്ക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും നമ്മുടെ നോവാസ്കോഷ്യയിൽ നിന്ന് അങ്ങോട്ട് വരുന്നുമുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് ആണ് ഈ ഒരു ട്രിപ്പ്. നമ്മളൊരു 4-5 ദിവസത്തേക്കാണ്. അപ്പോൾ അതേ ഫ്ലൈറ്റിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എഡ്മണ്ടൺ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഫ്ലൈറ്റ് ജേർണി ആയിരുന്നു. കുറച്ച് ഇത് പറഞ്ഞേ മുഷിഞ്ഞെന്നൊക്കെ പറയാം. കാരണം ഒരു 4-5 മണിക്കൂറോളം നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നു. പിന്നെ ഒരു രാജ്യത്ത് തന്നെയാണെങ്കിലും ഏകദേശം നല്ലൊരു ടൈം ഡിഫറൻസ് ഉണ്ട്. രണ്ടിടത്ത് 2 ടൈം ആണ്. അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ വന്നപ്പം അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമുണ്ട്. എന്നാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നമുക്ക് യാത്ര ചെയ്യാനൊരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് പോയി പിക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് യാത്ര ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ചിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഊബർ ഡ്രൈവർ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഏകദേശം 10 വർഷത്തിലധികമായിട്ട് കാനഡയിലുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സൈറ്റിൽ എഡ്മണ്ടൺ നോവാസ്കോഷ്യയായിട്ട് എനിക്ക് ഒത്തിരി സാമ്യം തോന്നി. അതർ ദാൻ ഒരുപാട് ക്രൗഡഡ് ആണ് അവിടെ. പക്ഷേ എന്നിരുന്നാലും പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഏകദേശം നോവാസ്കോഷ്യയുമായിട്ടൊരു സിമിലർ ലുക്കാണ്. എനിക്കതാണ് ഫസ്റ്റ് എഡ്മണ്ടനെ കണ്ടപ്പോഴുള്ള ഒരു ഫീല് വന്നത്. പക്ഷേ കുറേ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. തിരക്ക് ഉണ്ട്. അപ്പം ഇങ്ങനെ ഡ്രൈവറോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ സുഹൃത്ത് ഇന്ന് രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് പകൽ ഫുള്ള് ഞാൻ പോസ്റ്റാണ്. അപ്പം എനിക്കിന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയാകുന്നു. അപ്പോൾ എനിക്കിന്ന് വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വൈകിട്ട് അവനെ പിക്ക് ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ ഏകദേശം നമ്മുടെ റൂട്ടൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം Airbnb കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെയൊക്കെ പോയി കാണണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്. എന്തായിരുന്നാലും എന്നാ പറയുന്നത്, ഇവിടെ വന്നപ്പോഴത്തേനും ഒരു പ്രത്യേക രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി
പിക്ക് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് മിനി കൂപ്പറാണ്. കാരണം നമ്മൾ 2 പേരാണ് ട്രാവൽ ചെയ്യുന്നത്. സോ കുറച്ച് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഫ്യൂൽ എഫിഷ്യൻ്റായിട്ടും നമുക്ക് 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടും ചെറിയൊരു വണ്ടി മിനി കൂപ്പർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അടുത്ത 4-5 ദിവസം ഇവനാണ് നമ്മുടെ സാരഥി. അപ്പം ആ വണ്ടി കൊണ്ടുതന്ന ആൾ ആ വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്മളിവിടെ ടൂറോ എന്ന് പറയുന്നൊരു ആപ്പിലൂടെയാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹം വണ്ടിയുടെ മുന്നിൽ വിൻഷീൽഡിലൊരു ചെറിയ ഗ്ലാസ്സിനൊരു പോറലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ആൽബർട്ടിൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. എല്ലാ വണ്ടിക്കും ഇങ്ങനൊരു ഗ്ലാസ് ബ്രേക്കാണ്, ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ എഡ്മണ്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു എയർബിഎൻബി എടുത്തിട്ടുണ്ട്. പിന്നെ വൈകിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുന്നേ എഡ്മണ്ടിൽ ഇന്നൊരു സൂ ഉണ്ട് എന്ന് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ സൂ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ സൂയുടെ പാർക്കിങ്ങിൽ വന്നേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരാഴ്ച ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണ് ഈ മിനിമോൾ. നമ്മൾ അടുത്തൊരാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം എഡ്മണ്ടനിലെ ഒരു സൂ കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഡ്മണ്ടൺ സൂവിൽ നമ്മൾ വന്നത്, അല്ലെങ്കിൽ ഞാൻ വന്നത്, എനിക്ക് അന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമായിരുന്നു എവിടെയെങ്കിലും. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പം വേറെ നമുക്ക് അന്നത്തെ ദിവസം ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ചും എഡ്മണ്ടനേക്കാളും നല്ല സൂ കാൽഗറിയിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാനവിടെ പോയിട്ടില്ല. എഡ്മണ്ടൺ സൂ ഒരു ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കാണ്ട് ഞാൻ പറയുകയാണ്, ഒരു ആവറേജ് സൂ ആണ്. പ്രത്യേകിച്ചും നമ്മൾ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നല്ലതാണ്. അവിടെ കുറേ മൃഗങ്ങളെയും അവരുടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുന്ന ടൈമിങ്ങും ഒക്കെ അനുസരിച്ചിരിക്കും. കുറേ പേര് വരുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സ്നേക്കിനെ കാണിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കൊള്ളാം. പിന്നെ നമ്മൾ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് അതിനെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എഡ്മണ്ടണിലെ ആ ഒരു സൂ, അതിൻ്റെ അകത്തെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക സെഷനിലാണ് ഈ ഒരു സ്നേക്കിനെയൊക്കെ കാണിക്കുന്നത്. അപ്പം നമ്മൾ കണ്ട മൃഗങ്ങളെയൊക്കെ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. എന്നാ പറയുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അധികം എന്താ പറയുക, ഒത്തിരി നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം കുട്ടികളെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. Slithering through her own coils to go check other things out and stuff. So she's been quite very cute, very nice. Thank you very much. Absolutely. Just didn't want to like jump scare you guys. I'm standing weirdly in the corner, like holding the snake up in the plants. Like, yeah. ഒരു മച്ചാൻ അവിടെ കിടക്കുന്ന കണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവരുടെ ടെമ്പറേച്ചർ കൺട്രോൾഡായിട്ടുള്ള ബിൽഡിങ്ങിലാണ്. ബോൾ പൈത്തൺ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിതുവരെ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇവിടെ എന്തോ ഒരു വലിയ സാധനം ഉണ്ടല്ലോ. ഓ ദേ, അത് കണ്ടോ? നിങ്ങളത് കണ്ടോ? ഓ ഗൈസ്, ഇത് കണ്ടോ? ഒരു പെരുത്ത പെരുമാമ്പ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ ഇവിടെ ഒരു കങ്കാരിക്കുഞ്ഞ്. ഹലോ. അവൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ്റെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ഇവിടെ ആരുമില്ല. അതെ ആശാൻ വന്നു. ഹലോ.
നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം ആനക്കുട്ടൻ. പിന്നെ നമ്മൾ കണ്ട ആളുകളാണ് ദേ ഈ നിൽക്കുന്നത്. അതായത് നമ്മുടെ റെയിൻഡിയേഴ്സ്. നമ്മൾ എന്താ പറയുക, പണ്ട് കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള ക്രിസ്മസിന് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ആ ഒരു വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ആ റെയിൻഡിയേഴ്സാണ് ഈ നിൽക്കുന്നത്. ശരിക്കും അവരുടെ കൊമ്പൊക്കെ കണ്ടാലുണ്ടല്ലോ, ആ ഒരു കൊമ്പിൻ്റെ പുറത്തൂടെ ഒരു എന്നാ പറയുന്ന ഒരു ഫർ പോലൊരു സാധനം, ഒരു എന്തോ ഒരു കോട്ടിംഗ് ഒക്കെ പോലെ രണ്ടെണ്ണത്തിനൊക്കെ പോയിട്ട് അതൊരു പ്രത്യേക ഒരു എന്നാ പറയുന്നത്, ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. നമ്മൾ കഥകളിലും പടത്തിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സാധനത്തിനെ നേരിട്ട് കണ്ടപ്പോഴത്തേനും ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവരവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു. പിന്നീട് ഞാനിങ്ങനെ തിരിച്ച് പോയ വഴിക്ക് നമ്മൾ ആദ്യം കാണാത്ത 1-2 പേരെയും കൂടെ ദേ അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പയ്യെ ഇറങ്ങുവാണ്. അത് പ്രത്യേകിച്ച് എനിക്ക് എന്തൊക്കെയോ ഇന്നിവിടെ പരിപാടികളുണ്ട്, പക്ഷെ അതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്ന് കണ്ടിട്ട് ഒരു ചെമ്മരിയാടിനെയും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൂടെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് പയ്യെ ഇറങ്ങുവാണ്.